യുദ്ധം തുടങ്ങി വെറും 8 മണിക്കൂറിൽ എങ്ങനെയാണ് 36 വർഷം ഇറാൻ ഭരിച്ച അയത്തുള്ള അലി ഖാമേനിയെ ഇസ്രായേൽ കൊലപ്പെടുത്തി നിങ്ങൾക്ക് അറിയാം. അതിനുവേണ്ടി IDF ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് ആദ്യം ചെയ്തത് ഈ യുദ്ധത്തിന് അവരൊട്ടും തയ്യാറില്ല എന്നൊരു സിറ്റുവേഷനാണ് അവർ ക്രിയേറ്റ് ചെയ്തത്. ഇറാനെ അറ്റാക്ക് ചെയ്യുന്ന രാത്രിയിൽ ശബത്ത് എന്ന് പേരുള്ള ഒരു ഡിന്നർ പാർട്ടി അറേഞ്ച് ചെയ്തു. IDFലെ എല്ലാ മേജർ ഓഫീസേഴ്സും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അപ്പോൾ ഇറാന്റെ ഇന്റലിജൻസ് ഏജൻസി വിചാരിച്ചത് അവർ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ടില്ല, അവർ ഒരു യുദ്ധത്തിന് തയ്യാറെടുത്തിട്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഡിന്നർ പാർട്ടി കഴിഞ്ഞ് വിത്തിൻ 1 അവറിൽ ഡ്രസ്സ് പോലും ചേഞ്ച് ചെയ്യാതെ IDF ഓഫീസേഴ്സ് ഇറാൻ അറ്റാക്ക് ചെയ്യാൻ ഇറങ്ങി. ഇറാന്റെ ഓഫീസേഴ്സിനും നേതാക്കൾക്കും ഒന്ന് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം പോലും അവർ കൊടുത്തില്ല. ഇത് കൂടാതെ ഇതിലെ മേജർ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേൽ യൂസ് ചെയ്ത ബ്ലൂ സ്പാരോ എന്ന് പറയുന്ന മിസൈലാണ്. ഈ ബ്ലൂ സ്പാരോ എന്ന് പറയുന്ന മിസൈൽ ക്യാരി ചെയ്തത് ഇസ്രായേലിന്റെ F-15 എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ്. ഈ ബ്ലൂ സ്പാരോ എന്ന് പറയുന്ന മിസൈലിന്റെ പ്രത്യേകതയുണ്ട്. ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു മിസൈലാണ് ബ്ലൂ സ്പാരോ എന്ന മിസൈൽ. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ മിസൈൽ അന്തരീക്ഷത്തിലൂടെയല്ല സഞ്ചരിക്കുന്നത്. ഇത് അന്തരീക്ഷത്തിന് മുകളിൽ പോയി ഏത് ലൊക്കേഷനിലാണോ വീഴേണ്ടത് ആ കറക്റ്റ് ലൊക്കേഷനിൽ നേരെ താഴേക്ക് പതിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബ്ലൂ സ്പാരോ എന്ന് പറയുന്ന മിസൈലിനെ റഡാറിൽ ട്രാക്ക് ചെയ്യാനും പാടാണ്, അതുപോലെ തന്നെ ഇന്റർസെപ്റ്റ് ചെയ്യാനും പാടാണ്. അങ്ങനെയുള്ള 30 മിസൈൽസ് ആണ് ഇസ്രായേൽ ഇറാന്റെ നേതാക്കൾ മീറ്റിംഗ് നടത്തിക്കൊണ്ടിരുന്ന ഹെഡ്ക്വാർട്ടേഴ്സിന്റെ മുകളിൽ ഇട്ടത്. അവർക്കൊന്ന് എസ്കേപ്പ് ആവാനുള്ള സമയം പോലും ഇസ്രായേൽ കൊടുത്തില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം, ഇസ്രായേലിന്റെ ചാരസംഘടനയായിട്ടുള്ള മൊസാദ് ഒരുവിധപ്പെട്ട എല്ലാ പബ്ലിക് CCTV ക്യാമറകളും ഹാക്ക് ചെയ്തിരുന്നു. ഇസ്രായേലിൽ ഇത്രയും ഷാർപ്പായിട്ടുള്ള അറ്റാക്ക് ആയതുകൊണ്ടാണ് ഇറാന് ഒരു രീതിയിലും ഈ അറ്റാക്കിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാണ്ടിരുന്നത്.